അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലും അകാലനരയും അല്ലെങ്കിൽ മാറാത്ത താരനുമൊക്കെ നിങ്ങളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളാണോ? എന്നാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ആണ്. നമ്മുടെ മാർക്കറ്റിൽ പ്രോട്ടീൻ പ്ലസ് അതുപോലെ തന്നെ ഡാമേജ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പേരുകളിൽ ധാരാളം ഷാമ്പുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ലഭിക്കുന്നതിൽ പല ഷാമ്പുകളും നമ്മുടെ മുടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ബദലായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഷാമ്പു ഉണ്ടാക്കാനും സാധിക്കും. നമ്മളിത് വാങ്ങുന്ന മിക്ക ഷാമ്പുകളിലും അടങ്ങിയിരിക്കുന്നത് SLS അല്ലെങ്കിൽ SLES എന്നീ കെമിക്കലുകളാണ്. ഈ ഒരു കെമിക്കലുകളുടെ പ്രത്യേകത അത്യാവശ്യം നല്ല പത നൽകും. അതുപോലെ തന്നെ എണ്ണമയം വേഗത്തിൽ ഇത് നീക്കിക്കളയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ തലയൊട്ടി വളരെയധികം ഡ്രൈ ആയി മാറും. ഇത് നമ്മുടെ മുടിയുടെ വേരുകളെ ദുർബലപ്പെടുത്തി മുടി കൊഴിച്ചിലിലേക്ക് നയിക്കുകയും ചെയ്യും. കെമിക്കലുകൾക്ക് പകരമായിട്ട് നമുക്ക് സോപ്പും കായ അഥവാ റീത്ത ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷാമ്പു ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഈ സോപ്പും കായയുടെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഒരു സോപ്പും കായ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിവിധ തരം മുടികൾക്ക് പ്രത്യേകതരം ഷാമ്പു കൂട്ടുകൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഹെയർ എന്ന് പറയുന്നത് ഡ്രൈ ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പും കായ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡ്രൈ ഹെയറിന് അഴുക്ക് കളയുന്നതിനോടൊപ്പം തന്നെ തലയോട്ടിയിലെ നാച്ചുറലായിട്ടുള്ള എണ്ണമയം നിലനിർത്തുന്ന ഷാമ്പുകളാണ് ആവശ്യം. ഇപ്പോൾ സോപ്പും കായയുടെ അളവ് നമ്മൾ അതിനനുസരിച്ച് മാത്രമായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ചേരുവകൾ നോക്കാം. സോപ്പും കായ പൊടി ആദ്യം ഒരു 100 ഗ്രാം എടുക്കണം. അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഒരു 200 ഗ്രാം എടുക്കണം. ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും, അതൊരു 100 ഗ്രാം എടുക്കണം. ഈ 3 പൊടികളും നന്നായി യോജിപ്പിച്ച് എയർ കടക്കാത്ത ഒരു പാത്രത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. മുടി കഴുകുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് പൊടിയെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് നോർമൽ ഷാമ്പു പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മറ്റ് ഷാമ്പുകൾ പോലെ അമിതമായിട്ടുള്ള പതയൊന്നും വരില്ല, പക്ഷെ മുടി നന്നായി വൃത്തിയാക്കുകയും നല്ല സോഫ്റ്റ് ആക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടേത് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം സോപ്പും കായപ്പൊടി എടുക്കാനായിട്ട്. ഇപ്പോൾ 200 ഗ്രാം സോപ്പും കായപ്പൊടി എടുക്കുക. കടലമാവ് ഒരു 150 ഗ്രാം എടുക്കുക. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയുടെ പൊടി വാങ്ങാൻ കിട്ടും, ഇത് 50 ഗ്രാം എടുക്കുക. ഈ മിശ്രിതം നിങ്ങൾ വെള്ളത്തിൽ ചാലിച്ച് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാവുന്നതാണ്. ഇത് മുടിക്ക് നല്ല തിളക്കവും ഒപ്പം നല്ലൊരു സുഗന്ധവും തന്നെ നൽകും. ഇനി നിങ്ങൾ മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ അകാല നരയ്ക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സോപ്പും കായപ്പൊടി 50 ഗ്രാം എടുക്കുക. നെല്ലിക്കപ്പൊടി 100 ഗ്രാം എടുക്കുക. അതുപോലെ തന്നെ കയ്യോന്നിപ്പൊടി അതായത് ഭൃംഗരാജിൻ്റെ പൗഡർ 100 ഗ്രാം എടുക്കുക. ഇത് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുറേശ്ശെ എടുത്ത് തലയിൽ തേക്കാവുന്നതാണ്. ഇതുപോലെ താരൻ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സോപ്പും കായപ്പൊടി 100 ഗ്രാം എടുക്കുക. ആര്യവേപ്പിലയുടെ പൊടി 100 ഗ്രാം എടുക്കുക. അതുപോലെ തന്നെ ഉലുവപ്പൊടി 50 ഗ്രാം എടുക്കുക. ഈ മിശ്രിതം വെള്ളത്തിൽ ചാലിച്ച് തലയിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം മാത്രമേ കഴുകി കളയാനും പാടുള്ളൂ. വേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾക്ക് ഫംഗസിനെ നശിപ്പിക്കാൻ കുറച്ച് സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ആഴ്ചയിലൊരിക്കൽ അതിൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലോ ഒക്കെ ചേർത്ത് കുഴച്ചൊരു ഹെയർ മാസ്ക് ആയിട്ട് തലയിൽ ഉപയോഗിക്കുന്നതും നല്ലതാണ്. 30 മിനിറ്റിന് ശേഷം നോർമൽ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇത് കഴുകി കളയാം. ഇത് നിങ്ങൾക്ക് ഡബിൾ റിസൾട്ടും നല്ല ഹെൽത്തി ഹെയറും നൽകും. ഇനി മുടി കൊഴിച്ചിൽ മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഓയിലുണ്ട്. ബയോമി അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ഇത് ആമസോണിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. ഇത് 100% നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. റോസ്മേരി, ഭൃംഗരാജ്, കാസ്ട്രോൾ, ഒലീവ്, കോക്കനട്ട്, സൺഫ്ലവർ, പെപ്പർമെൻറ്റ്, വൈറ്റമിൻ ഇ എന്നീ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. കെമിക്കലുകളോ കൃത്രിമ സുഗന്ധമോ ഒന്നും ഇതിൽ ഒട്ടും തന്നെ ഇല്ല. തലനീരിറക്കമൊന്നും ഇല്ലാത്തവർക്ക് നൈറ്റ് ഈ എണ്ണ തലയിൽ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം രാവിലെ കഴുകിക്കളയുന്നതാണ് നല്ല റിസൾട്ട് നൽകുന്നത്. ഇനി മുടി കഴുകിക്കളയുന്നതിന് വേണ്ടിയിട്ട് നല്ല പുളിപ്പിച്ച തൈര് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ സോപ്പും കായയുടെയും എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നത് വാങ്ങാവുന്നതാണ്. കെമിക്കലുകൾ അടങ്ങിയ ഷാമ്പുവിന് പകരം വീട്ടിലുണ്ടാക്കേണ്ട ഷാമ്പുകളും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് ചെയ്യേണ്ട പല കാര്യങ്ങളും അടങ്ങിയ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.